Sweetress. Think Europe. Think Sweetress. Sweetress Holidays, your door to the world. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. വന്ദനം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജിയുടെ ജന്മദിനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജീവിത സന്ദേശം ജീവചരിത്രം ഈ പ്രസംഗത്തിലൂടെ പറഞ്ഞാൽ മതിയാവില്ല. സമാധാനപരമായ മാർഗങ്ങളിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിലുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ ഒരു ജനതയെ പ്രചോദിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാന വ്യക്തി കൂടിയാണ് മഹാത്മാഗാന്ധി. സത്യത്തിന്റെ അഹിംസയുടെ നയം മഹാത്മാഗാന്ധിയെ പ്രശസ്തനാക്കി. അദ്ദേഹം രാഷ്ട്രപിതാവായി കണക്കാക്കപ്പെട്ടു. ബാപ്പുജി, മഹാത്മാഗാന്ധി എന്നീ പേരുകളിൽ അദ്ദേഹം ജനഹൃദയങ്ങളിൽ ചേക്കേറി. ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ തന്റെയും അഹിംസയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. എന്റെ ജീവിതം എന്റെ സന്ദേശം എന്ന് ബാപ്പുജി പറഞ്ഞ വരികൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ബാപ്പുജി വളർന്നത് സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും നന്മയുടെയും പാതയിലൂടെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 1969 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന ഗ്രാമത്തിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലായ്പ്പോഴും അഹിംസയുടെ പാതയാണ് പിന്തുടരുന്നത്. മറ്റുള്ളവരും സത്യത്തിന്റെയും അഹിംസയുടെയും പാത പിന്തുടരുമെന്ന് പ്രതീക്ഷിച്ചു. 1930 ദണ്ഡിയിൽ കാൽനടയായി ഉപ്പു സത്യാഗ്രഹം ചെയ്തിട്ടുണ്ട്. ബാപ്പു എന്നായിരുന്നു എല്ലാവരും സ്നേഹത്തോടെ ഗാന്ധിജിയെ വിളിച്ചിരുന്നത്. ലണ്ടനിൽ നിന്ന് അദ്ദേഹം നിയമപഠനം പൂർത്തിയാക്കി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നൽകിയ എല്ലാ സംഭാവനകളും കണക്കിലെടുത്ത് രാഷ്ട്രപിതാവ് പദവി ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ വെച്ചാണ് ഗാന്ധിജി ജനിച്ചത്. ഗാന്ധിജിയുടെ പരിശ്രമത്താലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എപ്പോഴും ഗാന്ധിജി പറയുമായിരുന്നു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ആദ്യമായി എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും ദിലീബായിയുടെയും മകനായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചു. ഈ ദിവസം നമ്മൾ എല്ലാ വർഷവും ഗാന്ധി ജയന്തിയായി ആചരിക്കുന്നു. സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കാൻ ഗാന്ധിജി എപ്പോഴും ശ്രമിച്ചു. ത്യാഗമാണ് വിജയമെന്ന് തെളിയിച്ച മഹാനാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നമുക്ക് എന്നും ഒരു വഴികാട്ടിയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയാണ് ഇന്ത്യൻ ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി. ഗാന്ധിജിയുടെ ജീവിതം നമുക്കൊരു പാഠശാലയാണ്. ആ പാഠശാലയിൽ നിന്ന് നമുക്ക് വിദ്യ അഭ്യസിക്കാൻ വളരെ വന്ദനം. എന്റെ പേര് ആരേഴ്. ഞാൻ കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. നിർമ്മലമായ സ്നേഹത്താൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്ന് പറഞ്ഞ പുണ്യാത്മാവിന്റെ ജന്മദിനം. 1869 ഒക്ടോബർ 2 ജനിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് പറയാൻ ഗാന്ധിജിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? യേശുക്രിസ്തുവിന്റെ പരിത്യാഗവും ശ്രീകൃഷ്ണന്റെ ധർമ്മവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യയുടെ ബുദ്ധിശക്തിയും എല്ലാം സമന്വയിച്ച് ഒരാളിൽ കാണണമെങ്കിൽ എന്റെ ഗുരുവായ ഗാന്ധിജിയിലേക്ക് നോക്കുവിൻ എന്നാണ് മഹാകവി വള്ളത്തോൾ തന്റെ കവിതയിലൂടെ ഉദ്ഘോഷിച്ചത്. ഗാന്ധിയൻ ആദർശങ്ങൾക്ക് പ്രസക്തിയേറുന്ന ഈ കാലഘട്ടത്തിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും അഹിംസയുടെയും വാഹകരായി നമുക്ക് മുന്നേറാം. ഒരു നവലോകം കെട്ടിപ്പടുക്കുവാനായി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും വേണം. ആ പുണ്യാത്മാവിന്റെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം. അഹിംസയിലൂന്നിയ സമരങ്ങളാണ് അദ്ദേഹത്തിൻ്റെത്. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യൻ പരസ്പരം വേട്ടയാടുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.
ജയ് ഹിന്ദ്. ഒക്ടോബർ 2 നമ്മൾ ഭാരതീയർ സ്നേഹത്തോടെ ബാബുജി എന്ന് വിളിക്കുന്ന ഗാന്ധിജിയുടെ പിറന്നാളാണെന്ന്. നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത വ്യക്തിയാണ് ഗാന്ധിജി. അഹിംസയാണ് ഗാന്ധിജിയുടെ മുഖമുദ്ര. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാനായ വ്യക്തിയാണ് അദ്ദേഹം. കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ഗാന്ധിജിയെ സ്മരിച്ചുകൊണ്ട് ഏവർക്കും എൻ്റെ ഗാന്ധി ജയന്തി ആശംസകൾ. നന്ദി, നമസ്കാരം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഓരോ ഭാരതീയനും ഇത് പുണ്യദിനം. ഭാരതത്തെ അടിമത്വത്തിന്റെ ചങ്ങലയിൽ നിന്നും മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി നമുക്ക് സമ്മാനിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനം. ഗുജറാത്തിലെ പോർബന്തറിൽ പുത്തലിബായിയുടെയും കരംചന്ദ് ഗാന്ധിയുടെയും മകനായി ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. മറ്റു സമരമുറകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അഹിംസയിലൂടെയും സത്യാഗ്രഹം എന്ന സമരമുറയിലൂടെയുമാണ് ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ലളിത ജീവിതം കൊണ്ട് തന്നെ ലോകത്തിന് മാതൃകയായ ഗാന്ധിജി മലയാളികളുടെ മനസ്സിൽ ജ്വലിക്കുന്ന അഗ്നിയായി നിലകൊള്ളുന്നു. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നമസ്കാരം, എൻ്റെ പേര് ഇഷാൻ ചന്ദ്രൻ. ഞാനിവിടെ ബാപ്പുജിയുടെ സന്ദേശങ്ങളെ പറ്റിയാണ് സംസാരിക്കുവാൻ പോകുന്നത്. ബാപ്പുജി എന്നറിയപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ 155ാം പിറന്നാളാണ് ഈ വർഷം ഒക്ടോബർ 2 നാം ആഘോഷിക്കുവാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ചില സന്ദേശങ്ങളാണ് ഞാൻ ഇനി പറയുവാൻ പോകുന്നത്. മനുഷ്യൻ അവന്റെ ചിന്തകളുടെ സൃഷ്ടിയാണ്. അവൻ എന്ത് ചിന്തിക്കുന്നോ അതായിത്തീരും. ഓരോ വീടും ഓരോ വിദ്യാലയമാണ്. മാതാപിതാക്കളോ അധ്യാപകരും. അക്രമത്തെ ഞാൻ എതിർക്കുന്നു. കാരണം നല്ലതെന്ന് തോന്നിപ്പിക്കുമ്പോഴും അതുണ്ടാകുന്ന നന്മ താൽക്കാലികവും അതുണ്ടാകുന്ന തിന്മ എന്നേക്കും നിലനിൽക്കുന്നതുമാണ്. അഹിംസയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ സമീഹ സമീർ. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതായി ഇനി വരുന്ന തലമുറ വിശ്വസിച്ചേക്കില്ല. അഹിംസയുടെ ആ ഒരു രൂപമായ നമ്മുടെ ബാപ്പുജിയെ കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകളാണിത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അടിമത്തത്തിന്റെ യഥാർത്ഥ മുഖം പേർന്ന കോടിക്കണക്കിന് ദരിദ്ര നാരായണന്മാരുടെ ബഹുജന പ്രസ്ഥാനമാക്കി വളർത്തി വിജയിപ്പിക്കുകയും ലോകത്തുടനീളമുള്ള നിസ്സഹായ ജനതയ്ക്ക് മോചന പോരാട്ടത്തിന്റെ ലളിതവും ഫലപ്രദവുമായ പുതിയ വഴി എന്നേക്കുമായി തെളിയിച്ചു കൊടുക്കുകയും ചെയ്ത യുഗപുരുഷൻ എന്ന നിലയിലാണ് മഹാത്മാഗാന്ധി എന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ചരിത്രത്തിൽ വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ ചുരുക്കുന്നു. നന്ദി. നമസ്കാരം. ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസം. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ജനനം. സ്നേഹത്തോടെ ആളുകൾ ബാപ്പുജി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി, അമ്മയുടെ പേര് പുത്തലിബായി. നന്ദി, ജയ് ഹിന്ദ്. എന്റെ വിനീതമായ കുപ്പുകൈ. സ്വന്തം ജീവിതം തന്നെ സന്ദേശമാക്കി മാറ്റിയ 20ാം നൂറ്റാണ്ടു കണ്ട ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയാണ് മഹാത്മാഗാന്ധി. 1862 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. കുട്ടിക്കാലം മുതലേ സത്യസന്ധത പാലിച്ചു വന്ന മൂല്യബോധമുള്ള കുട്ടിയായിരുന്നു ഗാന്ധി. അനീതിക്കും അസമത്വത്തിനുമെതിരെ പോരാടിക്കൊണ്ടാണ് ഗാന്ധിജി പൊതുരംഗത്ത് വിവിധ മതങ്ങളിലും ജാതികളിലും ഭാഷകളിലുമുള്ള ജനതകളെ ഒരൊറ്റ ജനതയായാണ് ജീവൻ ഹോമിച്ച ആ മഹാത്മാവിന്റെ ദർശനം ഇന്ന് നമുക്ക് പിടിച്ചാൽ മതി. നമ്മുടെ മാതൃകയുടെയും സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും ഒരു സുന്ദര ഭൂമികയായി മാറും. 1948 ജനുവരി 30 വെടിയേറ്റ് ജീവൻ വെടിഞ്ഞ ആ പുണ്യാത്മാവിന്റെ
ആശയങ്ങൾ മുറുകെ പിടിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് ഗാന്ധി ഭാവനം ചെയ്ത് ഇന്ത്യ പഴച്ചെടുത്താൻ അധ്വാനിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാം. ഇന്ന് ഒക്ടോബർ 2. നമ്മൾ ഭാരതീയർ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഇന്ന്. നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത വ്യക്തിയാണ് അദ്ദേഹം. അഹിംസ എന്ന അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാവ്യക്തിയാണ് അദ്ദേഹം. കുട്ടികളെ സ്നേഹിച്ച ഗാന്ധിജി ഓർത്തോണ്ട് എല്ലാവർക്കും എൻ്റെ ഗാന്ധി ജയന്തി ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഗാന്ധി ജയന്തി. കുട്ടികളുടെ പ്രിയപ്പെട്ട ബാപ്പുജി. എന്ത് ബാപ്പുജി? ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. സമാധാനത്തിന്റെയും അഹിംസയുടെയും ഉപമുദ്രയായിരുന്നു ഗാന്ധിജി. എൻ്റെ ജീവിതം എൻ്റെ സന്ദേശം എന്ന് പറയാൻ കഴിയുന്ന ചുരുക്കം ചില മനുഷ്യരിൽ ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി. ഒരിക്കൽ തൻ്റെ മുഖത്ത് തൊഴിച്ചിരുന്ന ബ്രിട്ടീഷുകാരനോട് താങ്കളുടെ കാല് വേദനിച്ചെന്നാണ് അദ്ദേഹം ചോദിച്ചത്. മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേല തുടങ്ങിയവർ ഗാന്ധിജിയുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കിയവരാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് അദ്ദേഹത്തെ ആദ്യമായി രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ചത്. 1948 ജനുവരി 30 നാഥ്റാം വിനായക് ഗോഡ്സെ എന്ന നീചനാൽ ആ പുണ്യജന്മത്തിന് അന്ത്യമായി. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. മാന്യ സദസ്സിന് വന്ദനം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഗാന്ധിജിയെ പറ്റി 2 വാക്ക് സംസാരിക്കാനാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്ത് കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ഗാന്ധിജി ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ബാപ്പുജി എന്ന് വിളിച്ചിരുന്നു. ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിരുന്നില്ല ഗാന്ധിജി. സത്യം, അഹിംസ, ധർമ്മം എന്നിത് അദ്ദേഹം മുറുക്കെ പിടിച്ചിരുന്നു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ പുസ്തകത്തിൽ ഗാന്ധിജിയുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും കാണാം. എല്ലാ കുട്ടികൾക്കും ഗാന്ധിജി ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ചെയ്യുന്നു. മാനസത്തിന് നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഗാന്ധിജിയെ കുറിച്ചാണ്. നാം ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാഷ്ട്രീയ പിതാവാണല്ലോ ഗാന്ധിജി. ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച അദ്ദേഹം നാട്ടിലും വിദേശത്തും അനീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടുകയും ആശയച്ച ഇന്ത്യൻ ജനതയ്ക്ക് ആവേശമാവുകയും എല്ലാവരെയും ഒന്നിച്ചിണക്കി സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അഹിംസാവാദവും ചിന്തകളും ഇന്നും ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ പഠന വിഷയമാക്കുന്നുണ്ട്. നമുക്കും അദ്ദേഹത്തെ മാതൃകയാക്കാം. ജയ് ഹിന്ദ്. മഹാത്മാഗാന്ധി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ജനിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിനുള്ള പങ്ക് വിവരിക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. സത്യത്തിൽ അടിയുറച്ച വ്യക്തി. അഹിംസയിലൂടെ എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സമരം സഹനമായിരുന്നു. സത്യവും നന്മയും സ്നേഹവും ഹൃദയത്തിൽ കുറിച്ചിട്ട വ്യക്തി. ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ ജീവിതം മാറ്റിവെച്ച മഹാൻ. നമ്മുടെ രാഷ്ട്രപിതാവിനെ നമുക്ക് മാതൃകയാക്കാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി നമ്മുടെ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. അതെ, നമുക്ക് നിരവധി സമരങ്ങളിലൂടെയും ത്യാഗങ്ങളിലൂടെയും സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി കരംചന്ദ് ഗാന്ധി സ്വന്തം ജീവിതം കൊണ്ട് ചുറ്റുപാടുകളെ നവീകരിച്ചു.
വലിയവനാകുന്നില്ല. മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് നിങ്ങൾ വലിയവനാകുന്നത്. മനുഷ്യൻ ആരാകണമെന്ന് 2 വരിയിൽ പറഞ്ഞു വെച്ച മഹാത്മാഗാന്ധിയുടെ മഹത്വചനം. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള സമരത്തിന് നേതൃത്വം നൽകി നമ്മുടെ രാഷ്ട്രപിതാവായി തീർന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഒരു നൂറ്റാണ്ടിനെയല്ല, ഒരു യുഗത്തെയാണ് അദ്ദേഹം രൂപപ്പെടുത്തിയത്. ഗുജറാത്തിലെ പോർബന്ദറിൽ 1869 അദ്ദേഹം ജനിച്ചത്. ദേവഭക്തയായ മാതാവും ആദർശവാനായ പിതാവും ഗാന്ധിജിയുടെ സ്വഭാവ രൂപീകരണത്തിന് മഹത്തായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അഹിംസയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരമാർഗം. ഒടുവിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. മതമൈത്രിക്കായി പ്രവർത്തിച്ച അദ്ദേഹത്തെയാണ് 400-ാം വിനായക് ഗോഡ്സെ എന്ന നീചൻ ഒറ്റവെടിയിൽ ഇല്ലാതാക്കിയത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജി ഇന്ത്യൻ ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു. നമസ്കാരം. മഹാത്മാഗാന്ധി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. നമ്മുടെ രാഷ്ട്രപിതാവായ അദ്ദേഹത്തിന്റെ പങ്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വിവരിക്കാൻ സാധിക്കുന്നതല്ല. അഹിംസയിലൂടെ ഓരോ ഇന്ത്യക്കാരനെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്. സത്യവും നന്മയും ത്യാഗവും ഹൃദയത്തിൽ കുറിച്ചിട്ട് വ്യക്തി. ബ്രിട്ടീഷുകാരുടെ കരിമലയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയെ മോചിപ്പിക്കാനായി ജീവിതം മാറ്റിവെച്ച മഹാൻ. 1948 ജനുവരി 30 നാഥൂറാം വിനായക് ഗോഡ്സെ ഭ്രാന്തനിൽ നിന്ന് വെടിയേറ്റ അദ്ദേഹം രക്തസാക്ഷിയായി. അധികാരങ്ങളിൽ മോഹിക്കാത്ത മനുഷ്യനെ സ്നേഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവിനെ നമുക്ക് മാതൃകയാക്കാം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധിജയന്തി. ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. കുട്ടികൾ സ്നേഹത്തോടെ ബാപ്പു എന്നും വിളിക്കും. ഗാന്ധിജി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. 1942 വിവിധ രാഷ്ട്രീയ കക്ഷികൾ പിന്തുണയ്ക്കാതിരുന്നിട്ട് പോലും ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ വൻ വിജയത്തോടെയാണ് മഹാത്മാഗാന്ധി സംഘവും വിജയിച്ചത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ മഹാരാജ്യം ബ്രിട്ടീഷ് വാഴ്ചയിൽ നിന്ന് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം നേടുകയും എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന്റെ മധുരം ഒരു വർഷം പോലും നുണയാൻ മഹാത്മാഗാന്ധിക്ക് സാധിച്ചിട്ടില്ല. ഇത്രയേറെ രാജ്യത്തെ സ്നേഹിക്കുകയും രാജ്യത്തിനു വേണ്ടി ത്യാഗം സഹിച്ച ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പുതുതലമുറ അത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ വിശേഷിപ്പിച്ച വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. Hold on. Everything is possible here. കാരണം എല്ലാ മിനിറ്റിലും ലോകം ഡിജിറ്റലി വളരുകയാണ്. അതുകൊണ്ട് തന്നെ ഗാഡ്ജറ്റ്സ് ആയാലും ഹോം അപ്ലയൻസസ് ആയാലും ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഡിഗ്നിറ്റി ഉള്ളൊരു ജോലി എന്റെ സ്വപ്നമായിരുന്നു. താങ്ക് യു ISSD. ISSD ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൺലൈനായി പഠിക്കൂ. ചുരുങ്ങിയ ഫീസിൽ ലോകമെമ്പാടുമുള്ള ആശുപത്രികളിൽ ജോലി നേടാൻ അവസരം. Kavita Gold and Diamonds. Choose your special. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ഇങ്ങനെ മുടി കൊഴിയൊന്ന് വിചാരിച്ചേയില്ല. നീ കഴിഞ്ഞ തവണ വാങ്ങിയ ഹെയർ ഓയിൽ എങ്ങനെയുണ്ട്? അതിന് വലിയ എഫക്റ്റ് ഒന്നുമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം.
നിങ്ങൾ രണ്ടുപേരും ഒരേ പ്രോഡക്റ്റ് ആണോ യൂസ് ചെയ്യാൻ പോകുന്നത്? അതിനെന്താ? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഹോർമോൺസിന്റെ പ്രവർത്തനം തന്നെ ഡിഫറെന്റ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവുന്നതിന്റെ പ്രധാന കാരണവും ഡിഫറെന്റ് ആണ്. അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്താലല്ലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾ അമൃത് വേണി ഹെയർ എലിക്സിർ യൂസ് ചെയ്യൂ. ബയോടെക്നോളജിയിലൂടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഡെവലപ്പ് ചെയ്ത് അമൃത് വേണി ഹെയർ എലിക്സിർ. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി. ഒന്നാം സമ്മാനം 25 കോടി, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്, മൂന്നാം സമ്മാനം 50 ലക്ഷം രൂപ വീതം 20 പേർക്ക്, കൂടാതെ മറ്റു നിരവധി സമ്മാനങ്ങളും. കേരള ഭാഗ്യക്കുറി. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. നമസ്കാരം പ്രിയമുള്ളവരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ലോകം ഇന്ത്യയുടെ ആത്മാവിനെ തിരിയുന്ന ദിനം. ഗാന്ധിജിക്ക് മരണമില്ല. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സുദീർഘമായി സമരം നയിച്ച ധീരദേശാഭിമാനിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ സന്ദേശം ഓരോ ഇന്ത്യക്കാരെയും ആവേശം കൊള്ളിച്ചു. സത്യത്തിന്റെ സാക്ഷിയായി അദ്ദേഹം മരണം വരെ ജീവിച്ചു. എല്ലാവർക്കും എൻ്റെ ഗാന്ധി ജയന്തി ആശംസകൾ. നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല. മഹാത്മാഗാന്ധിയെ കുറിച്ച് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണിത്. സത്യവും അഹിംസയും ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളായാണ് ഗാന്ധിജി കണ്ടത്. അക്രമവും അനീതിയും കൊലയും കൊള്ളിവെപ്പുമെല്ലാം തുടർക്കഥയാകുന്ന ഈ കാലഘട്ടത്തിൽ ഗാന്ധിയൻ ചിന്താഗതികളായ സത്യം, അഹിംസ, വിനയം, ശുചീകരണം എന്നിവയുടെ പ്രസക്തി ഏറെ വിലക്കിയാണ്. യുദ്ധവും കലാപങ്ങളും ഇല്ലാത്ത ശാന്തിയും സമാധാനവുമുള്ള ഒരു ലോകമാണ് മഹാത്മാവ് സ്വപ്നം കണ്ടത്. അതേ പ്രിയമുള്ളവരെ, ഗാന്ധിയൻ ആശയങ്ങൾക്ക് പ്രസക്തിയേറുന്ന ഈ കാലഘട്ടത്തിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ധർമ്മത്തിന്റെയും വാഹകരായി നമുക്ക് മുന്നേറാം. ഒരു നവലോകം സൃഷ്ടിക്കുവാനായി. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Best way to find yourself is to lose yourself in the service of others. These sets of systems are those of Mahatma Gandhi. First of all, I wish all of you happy Gandhi Day. Mahatma Gandhi was born on 2nd October 1869 in Porbandar, Gujarat. In every year we celebrate this day as Gandhi Jayanti in India. His full name was Mohandas Karamchand Gandhi. His father is Karamchand Gandhi and his mother is Pudlibai. He always promoted Satyagraha, non-violence and truth. Many movements like Satyagraha movement, non-cooperation movement, non-violence movement, Quit India and many were started under his leadership to oppose the British rule. His life and struggles are beautifully narrated in his autobiography, The Story of My Experiments with the Group. Unfortunately, Mahatma Gandhi was assassinated on 13 January 1948. We always cherish his memory. Thank you. Jai Hind. Mahatma Gandhi was a great freedom fighter. He was born on 2nd October 1869 in Porbandar, Gujarat. His full name was Mohandas Karamchand Gandhi. His father's name was Karamchand Gandhi and mother's name was Putlibai. She is also known as Bapu and father of our nation. He was great follower of peace and non-violence. He started many movements like civil rights movements, Dandi March, Chaitanya movement, etc. His birthday is celebrated every year, Gandhi Jayanti. He was died on 13th January 1948. Thank you. Have a nice day. Mahatma Gandhi was a great freedom fighter. He was born on 2nd October 1869 in Porbandar, Gujarat. Mahatma Gandhi led India's fight for independence from British rule. His full name was Mohandas Karamchand Gandhi. Mahatma Gandhi is also called as Bapu and Father of a Nation. He worked for social reform and equality.
ബഹുമാന സദസ്സിന് വന്ദനം. ഞാൻ ഇന്ന് ഈ വേദിയിൽ വന്നിരിക്കുന്ന ഗാന്ധിജിയെ കുറിച്ച് എന്റെ എളിയ അറിവുകൾ ഞാൻ നിങ്ങളുമായി പങ്കിടാനാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്ത് കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ഗാന്ധിജി ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. കുട്ടികളെ തിരുത്തി സ്നേഹപൂർവ്വം ബാബുജി എന്ന് വിളിച്ചിരുന്നു. സത്യം, ധർമ്മം, അഹിംസ എന്നിവ ഗാന്ധിജി മുറുക്കെ പിടിച്ചിരുന്നു. സത്യം എന്ന ഈശ്വരനാണെന്നും അഹിംസ അത് നേടാനുള്ള വഴിയാണെന്നും ഗാന്ധിജി പറഞ്ഞു. എല്ലാ വർഷവും ഒക്ടോബർ 2 നാം ഗാന്ധിജിയുടെ ജന്മദിനം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു. അക്ഷരം പഠിച്ചവർ അത് അറിയാത്തവരെ പഠിപ്പിക്കണം എന്ന് ഗാന്ധിജി പറഞ്ഞു. ആയുധമില്ലാതെ പോരാടാൻ ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ അടിമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ സ്വന്തം ജീവൻ ബലികഴിച്ച വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ ഗാന്ധിജി. ഗാന്ധിജി കാട്ടിത്തന്ന വഴികളിലൂടെ നമുക്ക് നടക്കാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗാന്ധി ജയന്തിയുടെ എല്ലാവിധ ആശംസകളോടും എല്ലാ കൂട്ടുകാർക്കും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമാണ് ഗാന്ധി ജയന്തി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. 1969 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. ഗാന്ധിജിയുടെ ശ്രമഫലത്താലാണ് ഇന്ത്യക്കും സ്വാതന്ത്ര്യം ലഭിച്ചത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ മുൻപിൽ ശിരസ്സുകൾ നമിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജിയെ കുറിച്ചാണ്. ആരാണ് ഗാന്ധിജി? അതെ, നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയെ നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന പേരാണ് ബാപ്പുജി. ബാപ്പുജി ജനിച്ചത് ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ്. ഗാന്ധിജി ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. ഗാന്ധിജി സത്യത്തെയും അഹിംസയും മുറുകെ പിടിച്ചു. ഭൂമിയിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്ന് ഗാന്ധിജിയുടെ കാര്യത്തിൽ ഐൻസ്റ്റൈൻ അഭിപ്രായപ്പെട്ടു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗാന്ധിജി എന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായി ആചരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികാട്ടിയായിരുന്നു ഗാന്ധിജി. അഹിംസയിലും സത്യത്തിലും അടിയുറച്ച് ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. സത്യാഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ ആയുധം. ആദ്യം പ്രവർത്തിക്കുക, പിന്നീട് പറയുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തത്വം. ഗാന്ധി ജയന്തി അഹിംസാ ദിനമായി ലോകം മുഴുവൻ ആചരിക്കുന്നു. എല്ലാവരെയും സ്നേഹിക്കാനും എപ്പോഴും സത്യസന്ധനായിരിക്കാനും നമ്മെ പഠിപ്പിച്ച ഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ എൻ്റെ പ്രണാമം. ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജന്മദിനമാണല്ലോ. അഹിംസയെയും സത്യത്തെയും ലോകമതമായി സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ച ഗാന്ധിജി സത്യാഗ്രഹം എന്ന വഴിയിലൂടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നു. ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചു. ഭാരതത്തിന്റെ ഇതിഹാസ പുരുഷന് ലോകം നൽകിയ അംഗീകാരം. ടാഗോർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം മഹാത്മാ എന്ന് വിളിച്ചു. സുഭാഷ് ചന്ദ്രബോസ് ബഹുമാനത്തോടെ രാഷ്ട്രപിതാവ് എന്ന് സംബോധന ചെയ്തു. ഗാന്ധിജി വെറും ഒരു മനുഷ്യനല്ല, ഒരു പ്രതിഭാസമാണ് എന്നാണ് പ്രശസ്തനായ ബർനാഡ് ഷാ വിശേഷിപ്പിച്ചത്. ഓരോ ഭാരതീയന്റെയും അഭിമാനമായ ബാപ്പുജിയെ ഞാൻ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗുരുജനങ്ങളെ, ഇന്ന് ഒക്ടോബർ 2 തൻ്റെ ഇച്ഛാശക്തി കൊണ്ടും സഹന സമരം കൊണ്ടും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാന്റെ ജന്മദിനം. ഗാന്ധിജി ലോകം അത്ഭുതത്തോടെയും ആദരവോടെയും ഓർമ്മിക്കുന്ന പേര്. ഭാരതം ലോകത്തിന് സമർപ്പിച്ച ഏറ്റവും മഹത്തായ സമ്മാനം. അഹിംസയുടെ ആൾരൂപമാണ് നമ്മുടെ ബാപ്പുജി. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി നടത്തിയ സമരങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. ലോകം അന്നേ വരെ കണ്ടിട്ടില്ലാത്ത സമരങ്ങൾ ആവിഷ്കരിച്ചു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷത്തിനിടയിലും അദ്ദേഹം വെട്ടിമുറിക്കപ്പെട്ട മണ്ണിലെ ജനങ്ങളുടെ കൂടെയായിരുന്നു. 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെട്ടു.
കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന അദ്ദേഹം നമുക്കെപ്പോഴും ഒരു വഴികാട്ടിയും പ്രചോദനവുമാണ്. ആ ജീവിതം മാതൃകയാക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. ജയ് മതേതര ഭാരതം. വടിയെന്നുത്തി നമുക്ക് നാടിന് നേടിത്തന്നു ഗാന്ധിയപ്പൂപ്പൻ. ഗാന്ധിയപ്പൂപ്പൻ നല്ലത് മറ്റേ ചെയ്യാനും നല്ലവയായി നടക്കാനും നമ്മോട് വയ്യാണ് അപ്പൂപ്പൻ. നമ്മോട് വയ്യാണ് അപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ. നമസ്കാരം. ഹായ് കുട്ടികാരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആണല്ലോ. നമുക്ക് എല്ലാവർക്കും ബാപ്പുജി വളരെയധികം ഇഷ്ടമാണ്. നമ്മുടെ സ്വന്തം ബാപ്പുജിയെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന്റെ ശരിയായ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്താണ്. നമ്മളെപ്പോലുള്ള കൊച്ചു കുട്ടികളെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് ബാപ്പുജി എന്ന് വിളിക്കുന്നത്. അദ്ദേഹം സത്യസന്ധനും നീതിമാനുമായിരുന്നു. ഈ ലോകത്തിന് മുഴുവൻ സേവിക്കാൻ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഇന്ന് ലോകമെമ്പാടും ഗാന്ധിജിയുടെ ജന്മദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ മഹാത്മാഗാന്ധി ജനിച്ചു. സമാധാനത്തിൻ്റെയും അഹിംസയുടെയും അനുയായിയായിരുന്നു മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ശ്രദ്ധബലത്താലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഇത്രയും പറഞ്ഞ് ഗാന്ധിജിയുടെ മുമ്പിൽ ശിരസ്സുകള നമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് ഇഷാൻ ചന്ദ്രൻ. ഞാനിന്നിവിടെ ബാപ്പുജിയുടെ സന്ദേശങ്ങളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ബാപ്പുജി എന്നറിയപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ 155ാം പിറന്നാളാണ് ഈ വർഷം ഒക്ടോബർ 2 നാം ആഘോഷിക്കുവാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ചില സന്ദേശങ്ങളാണ് ഞാൻ ഇനി പറയുവാൻ പോകുന്നത്. മനുഷ്യൻ അവന്റെ ചിന്തകളുടെ സൃഷ്ടിയാണ്. അവൻ എന്ത് ചിന്തിക്കുന്നോ അതായിത്തീരും. ഓരോ വീടും ഓരോ വിദ്യാലയമാണ്. മാതാപിതാക്കളോ അധ്യാപകരും. അക്രമത്തെ ഞാൻ എതിർക്കുന്നു. കാരണം നല്ലതെന്ന് തോന്നിപ്പിക്കുമ്പോഴും അതുണ്ടാകുന്ന നന്മ താൽക്കാലികവും അതുണ്ടാകുന്ന തിന്മ എന്നേക്കും നിലനിൽക്കുന്നതുമാണ്. അഹിംസയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഗാന്ധിജി ഇങ്ങനെയാണ് ലളിതമായ വസ്ത്രധാരണത്തിലേക്ക് മാറിയതെന്ന് കൂട്ടുകാർക്കറിയാമോ? അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. 1921 സെപ്റ്റംബർ 20 തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ വെസ്റ്റ് മാസി തെരുവിലുള്ള ഉത്തരാന്ത്യൻ വ്യാപാരി റാംജി കല്യാൺജിയുടെ വീട്ടിലേക്കായിരുന്നു ഗാന്ധിജിയുടെ യാത്ര. തീവണ്ടി യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ വലിയ തലപ്പ ഉൾപ്പെടെയുള്ള പൂർണ്ണ ഗുജറാത്തി വേഷത്തിലായിരുന്നു അദ്ദേഹം. യാത്രയ്ക്കിടയിൽ സഹയാത്രികളുമായി സംസാരിച്ചിരിക്കെ വിഷയം ഖാദിയെ കുറിച്ചായി. ഖാദി വില കൂടിയ വസ്ത്രമാണെന്നും അത് ഞങ്ങൾക്ക് അപ്രാപ്യമാണെന്നും കൂട്ടത്തിൽ ഭൂരിഭാഗം പേരും പറഞ്ഞു. അതുവരെ സ്വന്തം നിലയിൽ നിന്നും മാത്രം ചിന്തിച്ച ഗാന്ധിജിയുടെ ഉള്ളിൽ ആ അഭിപ്രായം തറച്ചു നിന്നു. റാംജി കല്യാൺജിയുടെ വീട്ടിലിരിക്കെ ഒറ്റ മുണ്ടെടുത്തു പോകുന്ന ഒരു കർഷകനെ അദ്ദേഹം കണ്ടു. ആ കാഴ്ചയാണ് അദ്ദേഹത്തെ മാറ്റി ചിന്തിപ്പിച്ചത്. നമസ്കാരം. ഭൂമി രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുവെന്ന് തലമുറ വിശ്വസിച്ചിരിക്കില്ല. മഹാത്മാഗാന്ധിയെ കുറിച്ച് ലോക പ്രശസ്തനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണിത്. ജീവിതത്തിൽ ഉണ്ടായ പ്രതിബന്ധങ്ങളെ സത്യത്തിന്റെയും അഹിംസയുടെയും ദിവ്യദീപ്തിയിൽ വിശേഷിപ്പിക്കുകയും ആ പ്രകാശത്തിലൂടെ വിലയിരുത്തുകയും ചെയ്തു എന്നതാണ് ഗാന്ധിയൻ ചിന്താഗതിയുടെ വൈശിഷ്ട്യം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ആ മഹാത്മാവ് സ്വന്തം ജീവിതത്തിലൂടെ തന്റെ ആദർശങ്ങൾ പ്രാവർത്തികമാവുകയും ചെയ്തു.
അക്രമവും അനീതിയും കൊലയും കൊള്ളയുമെല്ലാം തുടർക്കഥയാകുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ആ മഹാന്റെ നാട്ടിലാണ് കടുവയിലെ 8 വയസ്സുകാരിയും ഉന്നാവിലെ 17 വയസ്സുകാരിയും ജിഷയും സൗമ്യയുമെല്ലാം കണ്ണീർ ജന്മങ്ങളായുള്ളത്. പത്രത്തിലെ മുഖപ്രസന്നങ്ങളിൽ മകളെ മാപ്പ് എന്നെഴുതിക്കൊണ്ട് മാത്രമായോ? സ്ത്രീ സുരക്ഷയാണ് നാടിന് ആവശ്യം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും അഹിംസയുടെയും വാഹകരമായി നമുക്ക് മുന്നേറാം. ജയ് ഹിന്ദ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി ജനിച്ച മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. അഹിംസയിലൂന്നിയ സത്യം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായി. കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദർശനികനായും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു. വന്ദനം. നമ്മുടെ പ്രിയ ഗാന്ധിജിയെ സ്മരിക്കാൻ എന്റെ വാക്കുകൾ മതിയാകില്ല എന്നറിയാം. ലോകത്തിലെ സർവ്വമതങ്ങളും ഉദ്ഘോഷിക്കുന്ന ശാന്തി, സമാധാനം, സത്യം, നന്മ എന്നുവേണ്ട എല്ലാ സർവ്വഗുണങ്ങളും അഹിംസ എന്ന മഹത്തായ സന്ദേശവും ലോകത്തിന് നൽകിയ നമ്മുടെ പ്രിയ ബാപ്പുജിയുടെ ജന്മദിനം നമുക്ക് എന്നും നേരിന്റെ പാതയിൽ സഞ്ചരിക്കാനുള്ള പ്രചോദനമാകട്ടെ. ഇന്നും എന്നും ലോകമുള്ളിടത്തോളം കാലം ആ നാമം വിസ്മരിക്കില്ല. പ്രിയപ്പെട്ടവരെ, ആ മഹാത്മാവിന്റെ ജീവചരിത്രം നാം എല്ലാം വായിച്ചറിയണം എന്ന് ചെറിയ അപേക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. മാനസദസ്സിന് വന്ദനം. നിർമ്മലമായ സ്നേഹത്താൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്ന് പറഞ്ഞ പുണ്യാത്മാവാണ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് നമ്മുടെ രാഷ്ട്രപിതാവായ അദ്ദേഹത്തിന്റെ ജനനം. സത്യത്തിനും നീതിക്കും വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച അദ്ദേഹത്തിന്റെ മുഴുവൻ നാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. വിദേശികളുടെ ആധിപത്യത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ ശ്രമിച്ച അദ്ദേഹം ബാപ്പുജി എന്നറിയപ്പെടുന്നു. അഹിംസയിലൂന്നിയ സമരത്തിനാണ് അദ്ദേഹം നേതൃത്വം നൽകിയത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഉദ്ഘോഷിച്ച ആ മഹാത്മാവിന്റെ മൂല്യങ്ങളും ആദർശങ്ങളും മുറുകെ പിടിച്ച് നമുക്ക് ജീവിക്കാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കിടയിൽ ബാപ്പുജി എന്ന് വിശേഷിക്കപ്പെട്ട ഗാന്ധിജി അഥവാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ അറിയാത്തവരായി ആരും ഉണ്ടാകില്ല. മഹാത്മാഗാന്ധി ഒരു വ്യക്തിയല്ല, ഒരു പാഠ്യപുസ്തകമാണ്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി ജനിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് വിവരിക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. അഹിംസയിലൂടെ അദ്ദേഹം എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സമരം സഹനമായിരുന്നു. സത്യവും നന്മയും സ്നേഹവും ഹൃദയത്തിൽ കുറിച്ചിട്ട വ്യക്തി. ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ സ്വന്തം ജീവിതം മാറ്റിവെച്ച മഹാൻ. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ബാപ്പുജിയുടെ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Morning everyone. My name is Chetan Chitin Krishna. First of all, I would like to wish you all a very happy Gandhi Jayanti. Today, October 2nd, we are celebrating Gandhi Jayanti. It is the birth anniversary of Mahatma Gandhi, who is our father of nation. He was a great and powerful leader of India. India gained its independence under his leadership. The life of Gandhiji will always be an inspiration for all of us. Thank you. Jai Hind. എല്ലാവർക്കും എൻ്റെ വിനീതമായ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമാണ് ഗാന്ധി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന ഗ്രാമത്തിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുവാൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഗാന്ധിജി. 1948 ജനുവരി 30 നാഥുറ വിനായക് ഗോഡ്സെയുടെ കൈകളാൽ അദ്ദേഹം മരണം വരിച്ചു. ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിക്കും. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട
ഗുരുജനങ്ങളെ, പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും എന്റെ സ്നേഹവന്ദനം. വിദേശാധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചവരിൽ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക ആരുടെ ചിത്രമാണ്? അത് മറ്റാരുടേതുമല്ല, നമ്മുടെ സ്വന്തം ബാപ്പുജിയുടേത് തന്നെയാണ്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും 4ാമത്തെ പുത്രനായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്നും ഇന്ത്യക്കാരുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നാണ് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികാട്ടിയായിരുന്നു ഗാന്ധിജി. അഹിംസയിലും സത്യത്തിലും അടിയുറച്ച ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. സത്യാഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ ആയുധം. എല്ലാവരെയും സ്നേഹിക്കുവാനും സത്യത്തെ മുറുകെ പിടിക്കുവാനും നമ്മെ പഠിപ്പിച്ച ബാപ്പുജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ എന്റെ പ്രണാമം. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഉറക്കെ പറഞ്ഞ മഹാനാണ് നമ്മുടെ സ്വന്തം ഗാന്ധിജി. കുട്ടികൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കും. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാ വ്യക്തിയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിന്റെ ഗുണസവിശേഷതകളെ കുറിച്ച് പറയാൻ വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ ആശയം കടമെടുക്കുന്നതിനേക്കാൾ മറ്റൊന്നുമില്ല. പലരിലായി കാണപ്പെടുന്ന സദ്ഗുണങ്ങൾ ആകെ തുകയാണ് മഹാത്മാഗാന്ധി. ത്യാഗത്തിന്റെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, അഹിംസയുടെ, മനോധൈര്യത്തിന്റെ, ബുദ്ധിശക്തിയുടെ, ദയയുടെ, സ്ഥൈര്യത്തിന്റെ മുഖം ഒരാളിൽ കാണാമെങ്കിൽ അത് നമ്മുടെ ഗാന്ധിയുടേത് മാത്രമായിരിക്കും. ഇത്രയും മഹത്വമുള്ള ഒരു മനുഷ്യ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് ഭാവിക്കാലം അവിശ്വസിച്ചേക്കാം. പാവയുടെ വിശ്വാസത്തിന് പരിശുദ്ധിക്കും വേണ്ടി അദ്ദേഹത്തിന്റെ സദ്ഗുണങ്ങളും നമുക്ക് സ്വായത്തമാക്കാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടി സ്വജീവൻ പോലും രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച ധീര യോദ്ധാവിന്റെ ജന്മദിനം. മഹാത്മാഗാന്ധി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ജനിച്ചു. സത്യത്തിൽ അടിയുറച്ച വ്യക്തി. അഹിംസയിലൂടെ അദ്ദേഹം എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. എല്ലാ മതങ്ങളെയും അദ്ദേഹം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. സഹനമായിരുന്നു അദ്ദേഹത്തിന്റെ സമരം. 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റാണ് അദ്ദേഹം മരണമടഞ്ഞത്. അധികാരങ്ങളെ മോഹിക്കാത്ത, മനുഷ്യനെ സ്നേഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവിനെ, നമ്മുടെ ബാപ്പുജിയെ നമുക്ക് മാതൃകയാക്കാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. മാന്യസദസ്സിന് വന്ദനം. എന്റെ പേര് ആലേവി. ഞാൻ കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. നിർമ്മലമായ സ്നേഹത്താൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്ന് പറഞ്ഞ പുണ്യാത്മാവിന്റെ ജന്മദിനം. 1969 ഒക്ടോബർ 2 ജനിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് പറയാൻ ഗാന്ധിജിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? യേശുക്രിസ്തുവിന്റെ പരിത്യാഗവും ശ്രീകൃഷ്ണന്റെ ധർമ്മവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യയുടെ ബുദ്ധിശക്തിയും എല്ലാം സമന്വയിച്ച് ഒരാളിൽ കാണണമെങ്കിൽ എന്റെ ഗുരുവായ ഗാന്ധിജിയിലേക്ക് നോക്കുവിൻ എന്നാണ് മഹാകവി വള്ളത്തോൾ തന്റെ കവിതയിലൂടെ ഉദ്ഘോഷിച്ചത്. ഗാന്ധിയൻ ആദർശങ്ങൾക്ക് പ്രസക്തിയേറുന്ന ഈ കാലഘട്ടത്തിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും അഹിംസയുടെയും വാഹകരായി നമുക്ക് മുന്നേറാം. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. Hold on. Everything is possible here. കാരണം എല്ലാ മിനിറ്റിലും ലോകം ഡിജിറ്റലി വളരുകയാണ്. അതുകൊണ്ട് തന്നെ ഗാഡ്ജറ്റ്സ് ആയാലും ഹോം അപ്ലയൻസസ് ആയാലും ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. എങ്ങനെയുണ്ട്? ഇതേ ഉള്ളൂ? ഇല്ലില്ല. ദേ ലേറ്റസ്റ്റ് ഡിസൈനിലെ ചോക്കർ, 4 വള. ഇത് പാക്ക് ചെയ്തു മോനെ. ഒരു രക്ഷയില്ല, അടുക്കുന്നില്ല. ഞാൻ വിളിക്കാം.
ശരിക്കും കുത്തട്ടെ. You modern mama. Why should girls have all the fun? Huh? Oh yes. Kavita Gold and Diamonds. Choose your special. ഉയർന്ന ജോലി സാധ്യതകളുള്ള അമേരിക്കൻ ആക്രഡിറ്റേഷനോട് കൂടിയ അഡ്വാൻസ്ഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഇനി ഇന്ത്യയിലും. ജീവിതത്തിലെ മികച്ച മാറ്റങ്ങൾക്കായി ഇനി പഠിക്കാം ഐബിസിലൂടെ. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. ഞാൻ ദേവപ്രിയ, സെന്റ് ജോൺസ് LP സ്കൂൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. 1869 ഒക്ടോബർ 2 പോർബന്തറിലെ ഒരു വൈശ്യ കുടുംബത്തിൽ ജനിച്ചു. കസ്തൂർബായെ വിവാഹം ചെയ്തു. 1893 ദക്ഷിണാഫ്രിക്കയിലെത്തി. അവിടുത്തെ ഇന്ത്യക്കാരുടെ പൗരാവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകി. 1894 നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ചു. 1901 ഇന്ത്യയിൽ തിരിച്ചെത്തി. സത്യാഗ്രഹ പ്രസ്ഥാനം ആരംഭിച്ചു. അക്രമരാഹിത്യത്തിലൂടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇദ്ദേഹം അക്ഷീണ പരിശ്രമം ചെയ്തു. പലതവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു. സദസ്സിന് വന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ കുറിച്ചാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച മഹാവ്യക്തിയായ ഗാന്ധിജി 1869 ഒക്ടോബർ 2 പൂജാതനായി. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായിരുന്നു ഗാന്ധിജി. നമ്മൾ ഗാന്ധിജിനെ സ്നേഹത്തോടെ ബാബുജി എന്നും വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥ പുതുതലമുറയ്ക്ക് വളരെ പ്രചോദനം നൽകുന്നതാണ്. നമ്മോട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹം ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഇളയ വാക്കുകൾ നിർത്തുന്നു. ജയ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം. ആദ്യമായി എല്ലാവർക്കും ഇന്ന് ഗാന്ധി ജയന്തി ദിനാശംസകൾ. ഗുജറാത്തിലെ പോർബന്തർ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. നാം സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ 155ാം ജന്മദിനമാണിന്ന്. നിസ്സഹകരണ സമരത്തിലൂടെയും ഒപ്പ സത്യാഗ്രഹത്തിലൂടെയും ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് കരുത്തും ആവേശവും പകർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എൻ ജീവിതമായ സന്ദേശമെന്ന് ലോകത്തോട് അറിയിച്ച മഹാനാണ് അദ്ദേഹം. അദ്ദേഹം നമ്മെ വിട്ടു പോയാലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മരണമില്ല. ഇതുപോലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഭാവി തലമുറ ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരില്ല എന്ന ഗാന്ധിയെ കുറിച്ചുള്ള ഐൻസ്റ്റീന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു. അദ്ദേഹത്തിന് നമ്മൾ ബാപ്പുജി എന്നും വിളിക്കും. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ അഹിംസാ ചിന്താധാരയിലൂടെ സമരം നടത്തി നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. ഈ ദിനം അഹിംസാ ദിനമായി മാറ്റിയിരിക്കുന്നു. വന്ദനം. അഹിംസയുടെ പാതയിലൂടെ മുന്നോട്ട് കുതിച്ച് വിജയം കൈവരിച്ച മഹാനാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിന്റെ ഉയർച്ചകൾ കണ്ടറിഞ്ഞ ജനങ്ങൾ അദ്ദേഹത്തെ ഗാന്ധിജി എന്ന് വിശേഷിപ്പിച്ചു. കുട്ടികൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തിന് ബാപ്പുജി എന്ന വിശേഷണം നൽകി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന നിലയിലും ഭാരതത്തിന്റെ പിതാവ് എന്ന നിലയിലും ഗാന്ധിജി വളരെയധികം പ്രശസ്തനാണ്. 1947 വരെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ കിടന്ന ഇന്ത്യയെ നമ്മുടേതാക്കി മാറ്റാൻ നടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും ചെയ്ത് ഗാന്ധിജി വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. അഹിംസയിലൂന്നിയ ജീവിതമായിരുന്നു ഗാന്ധിജിയുടേത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല.
ഈ അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ അഹിംസയുടെയും നന്മയുടെയും മുന്നിൽ പ്രണാമം അർപ്പിക്കാം. കൂടാതെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടെ ആഹ്വാനം ചെയ്ത ഒരു സന്ദേശം കൂടി പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നു. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നന്ദി, നമസ്കാരം. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. നിർമ്മലമായ സ്നേഹത്താൽ നേടിയെടുക്കാനാവാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞ പുണ്യാത്മാവിന്റെ ജന്മദിനം. ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയും അല്ലാതെ ഒന്നും എനിക്ക് ലോകത്തെ പഠിപ്പിക്കാനില്ല എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ബാപ്പുജിയുടെ ജന്മദിനം. ഇന്ന് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. സ്വന്തം ജീവിതത്തെ സന്ദേശമാക്കുകയും ആ സന്ദേശത്തെ സ്വന്തം ജീവിതമാക്കുകയും ചെയ്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് ഗാന്ധിജി. അഖണ്ഡതയും ഭദ്രതയും മുറുകെ പിടിച്ച് ഇന്ത്യയെ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറ്റാൻ ഗാന്ധിജി സ്വന്തം ജീവിതമാണ് ബലിയർപ്പിച്ചത്. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുകയും അദ്ദേഹം ഉയർത്തിയ ആദർശങ്ങളെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, ഏവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. നമുക്കേവർക്കും പ്രിയങ്കരനായ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയാൻ ലഭിച്ച ഈ അവസരം മഹാഭാഗ്യമായി ഞാൻ കരുതട്ടെ. നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതുവരെ അവിസ്മരണീയമായ പോരാട്ടം നയിച്ച മഹാനായ നേതാവാണ് ഗാന്ധിജി. ഇത്തരത്തിന്റെ മഹത്വം സ്വാതന്ത്ര്യ സമരങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. ഇന്നും ഗാന്ധിജിയുടെ ആശയങ്ങൾ നമ്മെ വഴികാട്ടുന്നു. അദ്ദേഹം എപ്പോഴും സത്യത്തിന്റെയും അഹിംസയുടെയും മാർഗം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഗാന്ധിജി സമാധാനം, സഹിഷ്ണുത, പരസ്പര ബഹുമാനം തുടങ്ങിയ ജീവിത മൂല്യങ്ങൾ എന്താണെന്ന് സ്വയം ജീവിതാനുഭവത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. സത്യത്തെയും അഹിംസയെയും പറ്റി വാ തോരാതെ നമ്മളോട് സംസാരിച്ചു. സത്യം ദൈവമാണെന്നും ലോകത്തിലെ വിളിച്ച പുസ്തകങ്ങളാണെന്നും നമ്മോട് പറഞ്ഞു തന്നു. ലളിതമായ ജീവിതത്തിലൂടെ ലോകം മുഴുവൻ പ്രകാശം പരത്താമെന്ന് തെളിയിച്ചു. ഇതുകൊണ്ട് തന്നെ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ് മാത്രമല്ല, ഏതിരുട്ടിലും കൊളുത്തിയിട്ട വിളക്കാണ് ഗാന്ധിജി. മതേതര ഇന്ത്യയെ നാളേക്ക് സംരക്ഷിക്കാനായി ഈ ഗാന്ധി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ജയ് ഹിന്ദ്. നമസ്കാരം. ഭൂമിയിൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ളതുണ്ട്, അത്യാവശ്യമുള്ളതില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാൻ. നമുക്ക് നീതി ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം മറ്റുള്ളവരോട് നീതി കാണിക്കലാണ്. ഒരു ചെകിട്ട് തടിക്കുന്നവരെ മറുചെകിട്ട് കാണിച്ചു കൊടുത്ത മഹാത്മാവ്, ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കി നമുക്ക് തന്നെ സ്വാതന്ത്ര്യം നേടുത്തുന്ന നമ്മുടെ രാഷ്ട്രപിതാവ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ എനിക്കെതിരെ മുഴുവൻ വസ്ത്രം എന്ന് പറഞ്ഞ അർദ്ധവസ്ത്രധാരിയായ ഗാന്ധിജി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിന്റെ വിശാലമായ ഹോളിൽ സ്വാതന്ത്ര്യത്തിന്റെ മകരം നുകരുമ്പോൾ ഗാന്ധിജി ഒരു ആഘോഷങ്ങളിലും പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം സ്വപ്നം കണ്ടത് അഖണ്ഡ ഭാരതമാണ്. എന്നാൽ നമുക്ക് ലഭിച്ചതോ രണ്ടായി പിളർന്ന രാഷ്ട്രം. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കാൽവെക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും ചോരപ്പുഴ ഒഴുകുകയായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി അദ്ദേഹം പരിശ്രമിച്ചു. ജാതി മത വർണ്ണവർഗ വിവേചനങ്ങളില്ലാത്ത ഒരു ഇന്ത്യയാണ് നമ്മുടെ ബാബുജി സ്വപ്നം കണ്ടത്. നമ്മുടെ ബാബുജിയുടെ അഖണ്ഡ ഭാരതത്തിനായി നമുക്ക് പരിശ്രമിക്കാം. നന്ദി. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും